ഇഫ് ദർ ഇസ് എ കിങ് ദർ വിൽ ബി എ പ്രിൻസ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഈ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ കരൺ ജോഹർ പറഞ്ഞതാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഷാരൂഖ് ഖാൻ്റെ മകനായിട്ടുള്ള ആര്യൻ ഖാനെ കുറിച്ചിട്ടാണ് ഈ ഒരു റെഫറൻസ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നെറ്റ്ഫ്ലിക്സിൽ ആര്യൻ ഖാൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഡിറക്ഷൻ ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞ സീരീസ് റിലീസാവുന്നത്. അപ്പം ഞാൻ ഈ സീരീസിനൊന്നും കാണാനായിട്ട് യാതൊരു ഇൻട്രസ്റ്റും കാണിച്ചിട്ടില്ല. കാരണം ഞാൻ മറ്റ് സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ബേസിക്കലി ഉള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണല്ലോ, ഒരു നെപ്പോക്കറ്റ് ജഡ്ജ്മെൻറ്റ്. അത് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സിംഗിൾ എപ്പിസോഡ് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ സീരീസ് കാണാൻ തുടങ്ങിയതാണ്. പിന്നെ 7 എപ്പിസോഡ്സും കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി നമ്മളിത് എക്നോളജ് ചെയ്യാതിരുന്നിട്ടൊന്നും കാര്യമില്ല. നെപ്പോക്കറ്റായിട്ടുള്ള ആര്യൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല പേസിങ്ങിൽ, നല്ല എൻഗേജിങ് ആയിട്ട്, നല്ല എൻ്റർടൈൻഡ് ആയിട്ട്, അത്യാവശ്യം ഒരു ബോളിവുഡ് മസാലകളെല്ലാം തന്നെ ഫിക്സ് ചെയ്തിട്ട്, സത്യം പറയുകയാണെങ്കിൽ ഒരു ബോളിവുഡിൽ ജനിച്ച് വളർന്ന ആര്യന് ഒരു ഇൻസൈഡർ വ്യൂ ഓഫ് ബോളിവുഡ് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സലൻ്റ് എക്സാമ്പിളാണ് ബാഡ്സ് ഓഫ് ബോളിവുഡ്. നമുക്കിപ്പോൾ ഒന്ന് ഇൻസൈഡൊക്കെ ഒന്ന് കടന്നു നോക്കാം. വെൽക്കം ടു സുമി ടോക്കീസ്. ഇപ്പോൾ ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ക്ലെവർ ആയിട്ടുള്ളൊരു ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഏത് കാലത്തും റെലവൻ്റ് ആയിട്ടുള്ള ഒരു തീം, എന്നാലോ കാലത്തിനനുസരിച്ച് ഈ തീമിൻ്റെ ആംഗിളുകൾ നമുക്ക് മാറ്റാനും പറ്റും. അപ്പോൾ അങ്ങനെ വളരെ ഈ കറൻറ്റ് ടൈമിൽ ഇത്തരം ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ആംഗിളിലാണ് ആര്യൻ ഈ സീരീസിനെ മൊത്തത്തിൽ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ഒരു ആക്ടർ ആവാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹവുമായിട്ട് ഡൽഹിയിൽ നിന്ന് മുംബൈയിലെത്തിയ ആസ്മാൻ സിംഗ് ആണ് ഈ സീരീസിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഹീറോ ബേസിക്കലി. അപ്പോൾ ആസ് യൂഷ്വൽ ആസ്മാൻ ഒരു ഓർഡിനറി മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ബോളിവുഡ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു ഡ്രീം ലാൻഡായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇനീഷ്യൽ സ്ട്രഗിൾസിനൊക്കെ ശേഷം ഒരു ഓവർനൈറ്റ് ആസ്മാൻ ഒരു സ്റ്റാറായിട്ട് മാറാണ്. അപ്പോൾ ഇതിന് ശേഷം ആസ്മാൻ ആ ഒരു സക്സസ് പാർട്ടി എൻജോയ് ചെയ്യുന്ന ആ സമയം തൊട്ട് ആസ്മാന് ബോളിവുഡ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്, ഇതുവരെ കണ്ട ഡ്രീം ലാൻഡ് അല്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ബോളിവുഡ് എങ്ങനെയാണ് ആസ്മാനെ ട്രീറ്റ് ചെയ്യുന്നത്, ആസ്മാൻ തിരിച്ച് ഇതിനെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് ഈ വരുന്ന കോൺഫ്ലിക്ട്സുകളൊക്കെ എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസിൻ്റെ ഒരു സെൻട്രൽ തീം. बॉलीवुड एक सपनों का शहर, पर यह शहर सबका नहीं होता। और इस सपनों की दुनिया में कुछ लोग हीरो के घर पैदा होते हैं और कुछ लोग हीरो पैदा होते हैं. അപ്പോൾ ബോളിവുഡിലെ ഈ കറണ്ട് സെൻസേഷനായിട്ടുള്ള ആസ്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു താരം ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ആര്യന് കിട്ടുന്നത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ലോട്ടുകളാണ്. അതായത് ബോളിവുഡിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ഈ സ്ലോട്ടുകളിലേക്ക് ഇനി എന്ത് പാക്കിൻ ചെയ്തില്ല എന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം അത്ര മാത്രം സംഭവങ്ങൾ, ഇവൻറ്റ്സ് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പാക്കിൻ ചെയ്ത് വെച്ചുകൊണ്ട് ബോളിവുഡിനെ വളരെ റിയലായിട്ട് കാര്യമായ ഫിൽറ്ററുകളൊന്നുമില്ലാതെ എക്സ്പോസ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായി തോന്നിയത് സ്വന്തം ഫാമിലിനെ തന്നെ ഒരു സെൻട്രൽ പ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്ക് ഇതിൽ കാണാൻ പറ്റും. അതായത് ആര്യനെ തന്നെ സെൽഫ് മിറർ ചെയ്യുന്നുണ്ട് ഈ സീരീസിൽ. അതുപോലെ തന്നെ ഇതിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് പാരലായിട്ട് വരുന്നൊരു മറ്റൊരു ക്യാരക്ടറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അജയ് തൽവാർ. ബോബി ഡിയോളാണ് ചെയ്യുന്നത്. ഭയങ്കര മാച്ചോ ലുക്കാണ് കേട്ടോ. അങ്ങനെ നമുക്കങ്ങനെ ഓരോ സ്റ്റെപ്പിലും ആ സൂപ്പർ സ്റ്റാർഡം ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. നന്നായിട്ട് എനിക്ക് ബോബി ഡിയോളിനെ ഇതിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നമ്മളുടെ അജയ് തൽവാറിൻ്റെ ഫാമിലിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ ബേസിക്കലി ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ വീട്, അതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ കോൺഫ്ലിക്ട്സ് അവിടെ നടക്കുന്നുണ്ട്
എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് ആര്യനെ തന്നെ സെൽഫ് മിറർ ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ചെയ്യുന്നത്. അതൊരു ഒരു ഹ്യൂമർ എന്ന് പറയാൻ പറ്റില്ല, സർക്കാസമുണ്ട്. അതിൽ വളരെ കാര്യമായിട്ട് ഒരു കുറച്ച് ഓവർ ദ ടോപ്പായിട്ട് ഇങ്ങനെ ആര്യൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം ആര്യൻ എന്തിനാണ് ഇൻഫേമസ് ആയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് ഒരു ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ഗട്ട്സി സംഭവമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടർ അത് അഭിനയിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ അജയ് തൽവാറിൻ്റെ മകളായിട്ട് ഒരു നെപ്പോ കിഡിനെ ബോളിവുഡിലെ നെപ്പോട്ടിസം എക്സ്പ്രസ് ചെയ്യാനായിട്ട് അജയ് തൽവാറിൻ്റെ മകളായിട്ടുള്ള കരിഷ്മേനെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കരിഷ്മയും ആസ്മാനും പിന്നെ കോ സ്റ്റാറായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അവിടേക്ക് നമ്മളുടെ കരൺ ജോഹറിനെ കൊണ്ടുവരുന്നു. അതിന് മുൻപ് പിന്നെ ആസ്മാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി എങ്ങനെയാണ് ഒരു പുതിയ താരത്തെ പ്രൊഡക്ഷൻ കമ്പനികൾ എങ്ങനെയാണ് ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കംപ്ലീറ്റ് കോൺട്രാക്റ്റ് ഒപ്പിടിപ്പിച്ച് ഒരു സ്ലേവ് പോലെ ആക്കി തീർക്കുന്നതെന്നുള്ള ഒരു സംഭവമുണ്ട്. അത് സോഡാവാല പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി, പഴയ ഒരു ട്രഡീഷണൽ പ്രൊഡക്ഷൻ ഹൗസ്, അത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അത് മനീഷ് ചൗധരിയാണ് കേട്ടോ അവിടെ അഭിനയിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസിലെ ഒരു ഹെഡായിട്ട്. നല്ല ക്ലാസ് ആയിട്ട്, അതായത് പക്ക ആ ഒരു ക്യാരക്ടറിന് ഫിറ്റായ രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കോ പെയറിങ് വരുന്ന സമയത്ത് പിന്നെ കരൺ ജോഹറിലേക്ക് പോകുന്നു. അപ്പോൾ കരൺ ജോഹറായിട്ട് തന്നെ അതിൽ അഭിനയിച്ചിരിക്കുകയാണ്. എന്താ പറയുക, നമുക്ക് അത്രയും ഒറിജിനലായിട്ടാണ് കരൺ ജോഹർ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നത്. കരൺ ജോഹറിനെ കൊണ്ട് കുറച്ച് പഞ്ച് ലൈൻസൊക്കെ പറയിപ്പിച്ചിട്ടുമുണ്ട്. തുടർന്ന് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ പഴയ മ്യൂസീഷ്യൻസിനെ കൊണ്ടുവരുന്നു. അതായത് പണ്ട് വളരെ ഗ്ലോറിയിലും ഒരു മ്യൂസീഷ്യൻ ആയിട്ട് അറിയപ്പെട്ടിരുന്ന ആളുകൾ ഇപ്പോൾ അവരെ ബോളിവുഡ് എങ്ങനെ റിജക്റ്റ് ചെയ്ത് അവരുടെ ഇപ്പോഴത്തെ ലൈഫ് എന്താണ്, അതിൽ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. മീറ്റുവിൻ്റെ ഒരു റെഫറൻസ് ഭയങ്കര രസകരമായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നി, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. हम बनाएंगे इंडिया का सबसे बड़ा फैमिली ड्रामा। फैन माँ की क्यों? ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പോൾ ആസ്മാൻ്റെ ഫാമിലി, ആസ്മാൻ്റെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള, അതായത് ഏറ്റവും ക്ലോസ് ബഡി, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടായിട്ട് രാഘവ് ജുയാൽ അഭിനയിക്കുന്നുണ്ട്. നല്ല കോമഡി ടൈമിങ്ങും അതുപോലെ തന്നെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നല്ല ആക്ടിംഗ് ആണ് രാഘവിൻ്റെ. പിന്നെ ആസ്മാൻ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, ആസ്മാൻ ലക്ഷ്യ ലൽവാനിയാണ് ചെയ്യുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിനെ അതേപോലെ നല്ല രീതിയിൽ എല്ലാ ഇമോഷൻസിനും നല്ല രീതിയിൽ പിന്നെ കവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു ഹീറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിലേക്ക് ആസ്മാൻ്റെ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ഈ സീരീസിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കരിഷ്മ നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവർ സഹർ ബംബ എന്ന് പറഞ്ഞ ആക്ട്രസ്, നല്ല മേക്കപ്പും നല്ല അഭിനയവും, ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടേഴ്സിനൊക്കെ ഇങ്ങനെ കറക്റ്റ് മെഷറിൽ ഇങ്ങനെ അഭിനയിപ്പിക്കാൻ പറ്റിയത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആര്യന് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പിന്നെ വേറെ പിന്നെ മനോജ് പാവ വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞൊരു ആ മ്യൂസിഷ്യൻ ഇതിലേക്ക് ആ റോളിലാണ് അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ മോന സിംഗിനെ അറിയാലോ, ഇത് സിനിമയിലായാലും സീരീസിലായാലും വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്, നല്ല അഭിനയമാണ്. അപ്പോൾ ഇവരുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ വാല്യൂ സിസ്റ്റം അതും ഇതൊക്കെ കാണിക്കാനായിട്ട് ആസ്മാൻ്റെ ഫാമിലി അങ്ങനെ പോർട്രേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിലിങ്ങനെ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 7 എപ്പിസോഡ്സിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ കുറച്ച് എന്താണ് ഇതിലിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്, അതായത് പഴയ യാഷ് ചോപ്ര ഫിലിംസും അതുപോലെ തന്നെ കരൺ ജോഹറിൻ്റെ റൊമാൻറ്റിക് സംഭവങ്ങൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് റെഫറൻസുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാമിയോസിൻ്റെ കാര്യം ഇനി പറയാനില്ലല്ലോ. അപ്പോൾ ഈ ഒരു റെഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇതിലെ നമ്മളുടെ ആസ്മാനും അതുപോലെ തന്നെ കരിഷ്മയും തമ്മിലുള്ള ഒരു ചെറിയൊരു ലവ് ട്രാക്ക്, പിന്നെ ലോപ്പിംഗ്, അതുപോലെ ചേസിങ്. ഈ ചേസിങ്ങിൻ്റെ അവസാനം നമ്മുടെ അജയ് തൽവാർ ഇങ്ങനെ ഒരു ഷോട്ട് ഉണ്ട് കേട്ടോ, അതിങ്ങനെ ഒരു ഇടിച്ചു നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞ ക്യാമിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, റെഡ് ചില്ലി പ്രൊഡക്ഷൻസ് ഒരു സീരീസ് ചെയ്യുമ്പോൾ ക്യാമിയോസിന് എന്തെങ്കിലും പഞ്ഞുണ്ടാവോ?
ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ അടക്കം ഇനി ഇതിൽ വരാൻ രാജ്കുമാർ റാവു എല്ലാവരും ഉണ്ടെങ്കിലും വരാൻ ആരും ബാക്കിയില്ല. ഇവർക്കൊക്കെ ഒരു ഭയങ്കര രസകരമായിട്ടൊരു റെലവൻസ് കൊടുത്തിരിക്കുകയാണ് സീരീസിൽ. അവരുടെ തന്നെ പർട്ടിക്കുലർ ചില ട്രേറ്റ്സിനെയൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇങ്ങനെ അവരെങ്ങനെ പോർട്രേ ചെയ്തിരിക്കുന്നതിൽ ഒരു റെഫറൻസ് ആണ്, ഒരു പോയിന്റ് പോലെ അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു വെറുതെ പരേഡ് നടത്താൻ കൊണ്ടുവന്നതല്ല എന്ന് ചുരുക്കം. അങ്ങനെ നല്ല രീതിയിലാണ് ഇതിലിങ്ങനെ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അങ്ങനെ നല്ല രീതിയിലാണ് ഈ സീരീസിൻ്റെ 7 എപ്പിസോഡ്സും പോകുന്നത്. That's my boy. What a party! क्या party! Superb party! Bullshit party. ബാറ്റ്സ് ഓഫ് ബോളിവുഡിലെ കാസ്റ്റിംഗ് പ്രിസിഷൻ്റെ മറ്റൊരു ബ്രില്യൻ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഇൻറ്റിമസി കോച്ചായിട്ട് വരുന്ന ഇമ്രാൻ ഹാഷ്മി. ഈ പരിപാടി ചെയ്യാൻ ഇപ്പോൾ ബോളിവുഡിൽ ഊപ്പർ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. भाई हिट दिया है तू, चलना बाहर जाएंगे, खाएंगे पिएंगे, दोनों भाई मिलके सेक्स करेंगे. नहीं आंटी, वो अलग करेगा, मैं अलग करेगा. ബാറ്റ്സ് ഓഫ് ബോളിവുഡിൽ എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്ത മറ്റൊരു ക്യാരക്ടറാണ് ആസ്മാൻ സിംഗിൻ്റെ ഒരു പേഴ്സണൽ മാനേജറായിട്ട് വരുന്ന സാനിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ ഇത്രയും ഇൻ്റലിജൻറ്റും ലോയലും ഇത്രയും സെൻസിബിളായിട്ടുള്ള ഇത്രയും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മാനേജറെ ബോളിവുഡിൽ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും പോർട്രേ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഇത് ആനിയ സിംഗ് ആണ് ഇത് അഭിനയിച്ചിരിക്കുന്നത്. നല്ല വെൽ ഡൺ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഈ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. That's my boy. What a party! क्या party! Superb party! പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്ലോട്ടിൻ്റെ എൻഡിൽ ഒരു ബോളിവുഡ് സ്റ്റൈലിലൊരു ട്വിസ്റ്റും കൂടി കൊണ്ടുവരുമ്പോൾ സംഭവം അങ്ങ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. അപ്പോൾ ബാറ്റ്സ് ഓഫ് ബോളിവുഡിനെ പറ്റി പറയാനായിട്ട് ക്രിറ്റിസിസം ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള ക്രിറ്റിസിസം ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാനിങ്ങനെ ഈ ഒരു ബോളിവുഡിൻ്റെ ഈ വേൾഡിൽ ഇങ്ങനെ ഭയങ്കര ഇമ്പ്രസീവായിട്ടാണ് ഈ സീരീസ് കണ്ടു തീർത്തത്. പക്ഷേ എൻ്റെ ഇടയിൽ തന്നെ കുറച്ചൊക്കെ മേ ബി ഈ ലവ് ട്രാക്കൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാവുന്നുണ്ട്, കുറയുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും ഒരു എപ്പിസോഡ് 6 ഒക്കെ ആകുമ്പോൾ വീണ്ടും അത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ഡൗൺ സൈഡ് ഒന്നും ഈ സീരീസിനെ കുറിച്ചിട്ട് പറയാനില്ല. പിന്നെ ഇതിൽ ടെക്നിക്കലി ഓഫ് കോഴ്സ് നല്ല പ്രൊഡക്ഷനാണ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതിൻ്റെ ഒരു സീൻസിൻ്റെ സെറ്റിങ്ങും ടോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിൽ ഇതിൻ്റെ പല സംഭവങ്ങളിലും പല ഷോട്ടുകളിലും ഇതിൻ്റെ വളരെ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ നോസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവങ്ങളും അതും ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് വളരെ കണ്ടംപററി ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. അതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഈ സീരീസിൻ്റെ പേസാണ്. ആ പേസ് സെറ്റ് ചെയ്തിരിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമുക്ക് ആരിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നല്ല ഒരു പേസിലാണ് ഈ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെന്താണ് ഇതിൽ പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയാൻ ചില സീനുകളുടെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ഈ സീരീസിൽ നമുക്ക് ഒരു ഇൻ്റർഫിയറൻസ് വരേണ്ടതാണെന്ന് നമുക്ക് തോന്നുന്ന അവസരങ്ങളിൽ അങ്ങനെ വന്നിട്ടില്ല. അതൊന്നും വലിയൊരു സംഭവമല്ല. അതിങ്ങനെ ഒരു ഹീറോ, നമ്മുടെ ആസ്മാൻ സിംഗിൻ്റെ ഹീറോയിസം കാണിക്കുന്ന ചില ഷോട്ടുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് സീരീസ് കൊടുക്കുന്നില്ല. അതിങ്ങനെ ഒരു ബോളിവുഡ് ഹീറോയിസം കാണിക്കുക എന്നുള്ള രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും എനിക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് ഈ സീരീസിൽ അങ്ങനെ തോന്നിയില്ല. टेंशन नहीं लेने का, अंदर जाके लोग और भी फेमस हो जाते हैं. അങ്ങനെ ബോളിവുഡിലെ മറ്റൊരു നെപ്പോ കിഡ് വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഡെബ്യൂ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ആര്യൻ ഖാൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ബോളിവുഡിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സീരീസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. നമുക്ക് വേറൊരു സിനിമയ്ക്കായിട്ട് അടുത്തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I was coming before I had come. The silence a warning, but this would be fun. You hear the click and you think